നമ്മളെങ്ങനെയാണ് ഇഫ് എൽസും അതേപോലെ തന്നെ ഇഫ് എൽസ് ഇഫ് ലാഡർ നെസ്റ്റഡ് ഇഫ് ഒക്കെ കണ്ടു. നമുക്ക് പുതിയൊരു സാധനം ട്രൈ നോക്കാം. നമുക്കറിയാം വേരിയബിൾ ഉണ്ടാക്കുക എങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ നെയിം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഉണ്ടാക്കുക. എൻ്റെ വാല്യൂ ഞാൻ സ്ട്രിങ് ആയിട്ട് അലക്സ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യാം, നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാല്യൂ വരും. അപ്പോൾ നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അലക്സിന് വരും, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ വേരിയബിളിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ജസ്റ്റ് ഒരു പെട്ടിയാണ്. ആ പെട്ടിനകത്ത് എന്തെങ്കിലും ഒരു വാല്യൂ വരും. ഇതിൽ അലക്സ് ആണെങ്കിൽ ഇതിൽ ഒരു സാധനം മാത്രമേ ഉള്ളൂ, അത് അലക്സ് ആണ്. അപ്പോൾ ഇതിൽ ഒന്നെന്നാണെങ്കിൽ ഇതിൽ ഒന്നെന്നുള്ള ആ വാല്യൂ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇൻ കേസ് ഒന്ന് കൂടുതൽ സാധനങ്ങൾ ഒരു പെട്ടിനകത്ത് വെക്കണം എന്ന് വിചാരിച്ചു. അതായത് ഒരു വാരിയബിളിനകത്ത് ഒന്ന് കൂടുതൽ സാധനങ്ങൾ സേവ് ചെയ്ത് വെക്കണം. ഫോർ എക്സാമ്പിൾ എനിക്ക് 2 പേരുടെ നെയിം ഉണ്ടെന്ന് വിചാരിച്ചു. ഞാൻ എന്ത് ചെയ്യാം, നെയിം 1 അതേപോലെ തന്നെ നെയിം 2 ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കൊടുത്തിട്ട് ഇതിൽ കൊടുക്കാം. എന്നിട്ട് ഞാൻ നെയിം 1 നെയിം 2 അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഇതിൽ 5 എണ്ണാണെങ്കിലോ നമ്മൾ നെയിം 1 നെയിം 2 നെയിം 3 അങ്ങനെ ഉണ്ടാക്കേണ്ടി വരും. അപ്പം ഒന്ന് കൂടുതൽ ആൾക്കാരുണ്ടാകുന്ന സമയത്ത് നമുക്ക് വാരിയബിളുകൾ വെച്ചിട്ട് മാത്രമായിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, വാരിയബിളിൽ ഒരു വാല്യൂ മാത്രമേ സേവ് ചെയ്യാൻ പറ്റും. ഞാൻ ഒന്ന് കൂടുതൽ വാല്യൂ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഇപ്പം അലക്സ് ഉണ്ട്, ഇനി ആരാ, എനിക്ക് ജോനും കുറവാണ്. അപ്പം ഞാൻ കോമ ഇട്ടിട്ട് എന്താണ് ജോ എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവരെ രണ്ടാളെയും കൂടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വെക്കാണ്. കോമ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. അതായത് അലക്സിനെയും ജോനെയും ഞാൻ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഒരു പെട്ടീൻ്റെ അകത്തിട്ട് കൊടുത്തു. ഒന്ന് കൂടുതൽ നെയിമുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് നെയിംസ് എന്ന് പേര് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ നെയിംസ് ഒന്ന് നോക്കാം എന്നാ വരുന്നത് എന്നുള്ളത്. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്ന് കൂടുതൽ ആൾക്കാർ, അലക്സ് വന്നിട്ടുണ്ട്, ജോ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ജാക്ക് വേണമെങ്കിൽ ജാക്കിനെയും കൊടുക്കാം. അപ്പോൾ 3 ആൾ, അങ്ങനെ നമുക്ക് എത്ര ആൾക്കാരെ വേണമെങ്കിലും ഈ പെട്ടിയിൽ ഇങ്ങനെ കോമ സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ഇതിനാണ് പൈത്തണിൽ നമ്മൾ ലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. വേറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇതിനെ സിമിലർ ആയിട്ട് പറയുകയാണ് അറേ എന്നൊക്കെ വിളിക്കുക. പക്ഷേ അറേനേക്കാളും കുറച്ചും കൂടെ ഫംഗ്ഷനാലിറ്റി കൂടുതലുണ്ട് ഇതിന്. എന്താണെന്ന് നമുക്ക് പറയാം. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു വാരിയബിളിനകത്ത് ഒരു വാല്യൂ മാത്രമേ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് കൂടുതൽ വാല്യൂ സേവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിനകത്ത് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഇപ്പം ഇവിടെ നമ്മൾ അലക്സ് എന്നുള്ളൊരു പേരാണ്, ജോ എന്നുള്ള പേരാണ്, ജാക്ക് എന്നുള്ള പേര്, ഇതൊക്കെ സ്ട്രിങ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, നമ്പറൊക്കെ കൊടുക്കാം. ഇപ്പം (1, 2, 3) ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അത് അവിടെ വെക്കട്ടെ. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഇങ്ങോട്ട് പോരും. ഉണ്ടോ, ഇവിടെ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നെയിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്സും ജോയും ജാക്കും എല്ലാവരും ഇങ്ങോട്ട് പോരും. നമുക്ക് അതിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആളെ മാത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ പറഞ്ഞു ലിസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് കൂടുതൽ ആൾക്കാരെ ഒരു പേരിന് അണ്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ സംഭവത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരാളെ സ്പെസിഫിക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇൻഡെക്സിങ് യൂസ്. ഇൻഡെക്സിങ് ഒന്നുമില്ല, നമ്മൾ ഈ പെട്ടിയകത്ത് ഓരോരുത്തർക്ക് ഓരോ പൊസിഷൻ ഉണ്ട്. ഇത് 0th പൊസിഷൻ ആണ്, ഇത് 1th പൊസിഷൻ ആണ്, ഇത് 2th പൊസിഷൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കാം എന്താ 0? പ്രോഗ്രാമിങ്ങിൽ നമ്മൾ എണ്ണാൻ തുടങ്ങിയ 0 എന്നാണ്. അതുകൊണ്ടാണ് ഇത് 1, 2, 3 എന്നല്ല നമ്മൾ പറയാം. ഇത് 0, 1, 2 അങ്ങനെയാണ് പറയാം. അങ്ങനെയാണെങ്കിൽ 3 ആൾക്കാരുള്ള അവസാനത്തെ ആളുള്ളത് 2 ആയിരിക്കും ഇൻഡെക്സ്. ഇയാൾ 0, ഇയാൾ 1, ഇയാൾ 2. അപ്പോൾ 10 ആൾക്കാരിലാണെങ്കിൽ 0 to 9 ആണ് ഉണ്ടാവുക. ആണെങ്കിൽ നമുക്കിങ്ങനെ 0th ഒന്നാമത്തെ ആളെങ്ങനെ നമുക്ക് ആക്സ് ചെയ്യാൻ നോക്കാം. പേര് പറഞ്ഞതിന് ശേഷം വീണ്ടും ഒരു സ്ക്വയർ ബ്രാക്കറ്റ് തന്നെ കൊടുക്കാം. എന്നിട്ട് അതിനകത്ത് നമുക്ക് ഇൻഡെക്സ് കൊടുക്കാം. അപ്പോൾ ഞാൻ 0 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 0, 1, 2 അങ്ങനെയാണ് എണ്ണാൻ തുടങ്ങുക. 0 എന്നാണ് തുടങ്ങുന്നത്. ഇപ്പോൾ 0 ആണ് ഒന്നാമത്തെ ആൾ. അപ്പോൾ അലക്സിനെ മാത്രം കിട്ടും. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലക്സിനെ മാത്രം കിട്ടും. ഇനി ജോനെ കിട്ടണമെങ്കിലോ നമ്മൾ എന്ത് ചെയ്താൽ മതി, 1 കൊടുത്താൽ മതി, ജോനെ കിട്ടും. ഇനി ജാക്കിനെ കിട്ടണമെങ്കിലോ 2 കൊടുത്താൽ മതി, ജാക്കിനും കിട്ടും. നമ്മൾ 3 കൊടുത്തു നോക്കാം എന്താവണം എന്നുള്ള. 3ൽ നമുക്കറിയാം ഇവിടെ ആളില്ല, 0, 1, 2 വരെ ആളുള്ളൂ. അപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും എറർ കിട്ടും. കാരണം എന്താ വെച്ചാൽ 3 ആളില്ല. എന്നാണെങ്കിൽ ആളെ കൊടുത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ആളെ കൊടുത്തിട്ട് റൺ ചെയ്താൽ കുഴപ്പങ്ങളൊന്നുമില്ല. നാലാമത്തെ വെച്ചാൽ ഇവിടെ 0, 1, 2, 3 ആണ്. ഓക്കെ, നമ്മൾ നാലാമത്തെ നമ്മൾ പറയുകയാണെങ്കിൽ പ്രോഗ്രാമിൽ നമ്മൾ 0 എന്നാണ് തുടങ്ങുന്നത്. ഇങ്ങനെ പെർട്ടിക്കുലർ ഒരാളെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡെക്സിങ് യൂസ് ചെയ്ത് അറേൻ്റെ ഇൻഡെക്സിങ് നമ്മൾ വിളിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇനിയും എക്സ്ട്രാ ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 1ാമത്തെ 2ാമത്തെ ആളെ മാത്രമാണ്. ഓക്കെ, അതായത് 0 മുതൽ 1 വരെ. അതെങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് കൊടുക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 0 കൊടുത്തു കഴിഞ്ഞാൽ ആരാ വരിക, അലക്സ് മാത്രമാണ് വരിക, കുഴപ്പങ്ങളൊന്നുമില്ല. എന്നിട്ട് ഒരു കോളൻ ഇടാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എത്രാമത്തെ ആളാണോ വേണ്ടത്, അതായത് ഇത് എത്രാമത്തെ ആളാ, 1ാമത്തെ ആൾ, അയാളുടെ തൊട്ടപ്പുറത്തുള്ള ഇൻഡെക്സ് പറയാം. അപ്പോൾ ഇയാളുടെ ഇൻഡെക്സ് 1 ആണ്, ഇയാളുടെ ഇൻഡെക്സ് എത്ര ആയിരിക്കും, അപ്പോൾ 2 ആയിരിക്കും. അപ്പം 0 to 2 കൊടുത്തു കഴിഞ്ഞാൽ 0ഉം 1ഉം വരും, 2 വരില്ല. അലക്സും ജോ വന്നിട്ടുണ്ട്, ജാക്ക് വന്നിട്ടില്ല. അപ്പം ഞാൻ 0 to 3 കൊടുത്തു കഴിഞ്ഞാൽ 3 ആൾ വരും. ആരൊക്കെ വരും, അലക്സും ജോവും ജാക്കും എന്ന് വെച്ചാൽ 0, 1, 2 വെച്ചാൽ എ മുതൽ ബി വരെ എന്ന് പറയാൻ A:B ആണ് ഉപയോഗിക്കാം. ഇപ്പം എ ഉണ്ടാവും, എൻ്റെ അപ്പുറത്തുണ്ടാവും, ബിന്റെ തൊട്ട് ലെഫ്റ്റ് വരെ ഉണ്ടാവും, എന്നാൽ ബി ഉണ്ടാവില്ല. അതായത് ഇവിടെ പറഞ്ഞ എത്ര ആണോ അതിന്റെ -1 വരെയുള്ള ആൾക്കാരെ ഉണ്ടാവുള്ളൂ. 0 to 3 കൊടുത്തു കഴിഞ്ഞാൽ 0 ഉണ്ടാവും, 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 3 ഉണ്ടാവില്ല. അപ്പം
0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. നമ്മൾ റൺ ചെയ്ത് നോക്കാം. അലക്സ്, ജോ, ജാക്ക്. നമുക്ക് എന്ത് ചെയ്യാം, കോളൻ ഇട്ടിട്ട് നമുക്ക് ലിസ്റ്റിനെ മുറിക്കാൻ നമ്മൾ വിളിക്കാം. ലിസ്റ്റ് സ്ലൈസിങ് എന്നാണ് വിളിക്കുക. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കോളൻ ഇട്ടിട്ട് നമുക്ക് ലിസ്റ്റിനകത്ത് നിന്ന് പെർട്ടിക്കുലർ ആൾക്കാരെ മാത്രം എടുക്കാം. എനിക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ജാക്കിനെയും ജില്ലിനെയും മാത്രമാണെന്ന് വിചാരിച്ചു. അപ്പോൾ ജാക്കിന്റെ ഇൻഡെക്സ് എത്ര? 0, 1, 2. അപ്പോൾ 2 മുതൽ ഇയാളുടെ ഇൻഡെക്സ് എത്രയാ? 3 ആണല്ലോ. അപ്പോൾ 2 മുതൽ 3 വരെ എന്ന് പറഞ്ഞാൽ ജാക്ക് മാത്രമേ വരുള്ളൂ. നമുക്ക് ഇയാളും കൂടി ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ 3 + 1 എത്ര ആയിരിക്കണം? 4 ആയിരിക്കണം. അപ്പോൾ 4 വെച്ചിട്ട് കൊടുത്തു നോക്കാം എന്താ വരുന്നത് എന്നുള്ളത്. ജാക്കും ജില്ലും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നോക്കേണ്ടത്. സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ്ങിന്റെ -1 വരെയാണ് ഉണ്ടാവുക. 2 to 4 കൊടുത്തു കഴിഞ്ഞാൽ 2 ഉണ്ടാവും, 3 ഉണ്ടാവും, പക്ഷെ 4 ഉണ്ടാവില്ല. ഇവിടുത്തെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ എനിക്ക് 1 to 4 ആണെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് 1:4 ഇട്ട് കഴിഞ്ഞാൽ 1th ഇൻഡെക്സിൽ ജോ ഉണ്ടാവും, 2th ഇൻഡെക്സിൽ ജാക്ക് ഉണ്ടാവും, 3th ഇൻഡെക്സിൽ ജില്ല് ഉണ്ടാവും. അതാണ് 1 to 4 മീനിങ്. 4 തൊട്ട് മുമ്പ് അല്ല 3 വരെയുള്ള ഉണ്ടാവും. അപ്പം 1 മുതൽ ബാക്കി എല്ലാവരും ആണ് ഇതിലെ, അതായത് 1ാമത്തെ ഇൻഡെക്സ് മുതൽ ബാക്കി എല്ലാവരും ആണ് ഇത്. അങ്ങനത്തെ കേസിൽ നമുക്ക് വേണമെങ്കിൽ എന്താ വെച്ചാൽ ബാക്കി എല്ലാവരും കിട്ടുന്നുണ്ട്, കാലിയായിട്ട് കൊടുത്തു കഴിഞ്ഞാലും ഇതേ എഫക്റ്റ് തന്നെ ഉണ്ടാവും. അതായത് 1 to ബാക്കി റിമൈനിങ് ആയിട്ടുള്ള എല്ലാവരും. ഇപ്പം 1 എന്നാണ് തുടങ്ങുന്നത്, ഇൻഡെക്സ് 1 എന്നാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരും ഉണ്ട്. ഇതിന് നമുക്ക് ഇപ്പുറത്തും പറയാം. അപ്പം ഇവിടെ നമ്മൾ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് മുതൽ 2 വരെ 2 ഇൻക്ലൂഡ് ആയിരിക്കില്ല കേട്ടോ. 0 ഉണ്ടാവും, 1 ഉണ്ടാവും, 2 ഇൻക്ലൂഡ് ആയിരിക്കില്ല, ജാക്ക് ഉണ്ടാവില്ല, ജോ വരെ ഉണ്ടാവുള്ളൂ. അപ്പൊ സ്റ്റാർട്ടിങ് ഇല്ലാണ്ട് എൻഡിങ് മാത്രം പറയാം, എൻഡിങ് ഇല്ലാണ്ട് സ്റ്റാർട്ടിങ് മാത്രം പറയാം. എഫക്റ്റ് എന്താ? നമുക്ക് നമ്മളെ ലിസ്റ്റിനെ മുറിച്ച് ഇങ്ങോട്ട് കിട്ടും. ഏറ്റവും സിമ്പിൾ ആയിട്ട് ആദ്യം പറഞ്ഞാൽ എന്താ, നമുക്ക് ഇൻഡെക്സ് കൊടുത്തിട്ട് ആളെടുക്കാം. 0th ഇൻഡെക്സ് 1ാമത്തെ ആള്, 1th ഇൻഡെക്സ് 2ാമത്തെ ആൾ, അങ്ങനെ എടുക്കാം. ഇനി അത് കൂടാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ടിങ് കോളൻ എൻഡിങ് എന്നുള്ള രൂപത്തിൽ പറയാം. അങ്ങനെ പറയുന്ന സമയത്ത് ഇപ്പോൾ 1:3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1ാമത്തെ ആളുണ്ടാവും, 2ാമത്തെ ആളുണ്ടാവും, 3ാമത്തെ ആൾ ഉണ്ടാവില്ല. 1: വെച്ചാൽ A to B എന്ന് വെച്ചാൽ A മുതൽ B-1 വരെ ഉണ്ടാവും, B ഉണ്ടാവില്ല. അപ്പോൾ 1 to 3 എന്ന് വെച്ചാൽ 1 മുതൽ 3-1 2 വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 3 ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയാണ് നമുക്ക് ലിസ്റ്റിനെ മുറിക്കുന്നത്. ഇത് നമ്മൾ ലിസ്റ്റ് സ്ലൈസിംഗ് എന്ന് വിളിക്കും. ഇതിൽ ഞാൻ കുറച്ചും കൂടെ എലമെന്റ്സ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ 0 മുതൽ എന്താണ്, ഇയാളെ ഇൻഡെക്സ് എത്രയാണ്? ഇയാളെ ഇൻഡെക്സ് 4 ആണല്ലോ. അപ്പോൾ 4 വരെ എന്ന് കൊടുത്തു നോക്കാണ്. ഇതാണ് റൺ ചെയ്ത് നോക്കാണ്. അപ്പം 0th അലക്സ് ഉണ്ട്, 1th ജോ ഉണ്ട്, 2th ജാക്ക് ഉണ്ട്, 3 ജില്ലുണ്ട്. 0 to 4 കൊടുത്തു കഴിഞ്ഞാൽ 0, 1, 2, 3 വരെയാണ് ഉണ്ടാവുക. അപ്പോൾ വന്നിട്ടുണ്ട്. എനിക്ക് ഒരു കോളം കൂടെ ഇട്ടിട്ട് എനിക്ക് എന്ത് ചെയ്യാം, സ്റ്റെപ്പ് സൈസ് പറയാം. സ്റ്റെപ്പ് സൈസിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം 1ാമത്തെ ആള് കഴിഞ്ഞാൽ അടുത്ത ആളാണ്, അത് കഴിഞ്ഞാൽ അടുത്ത വെച്ചാൽ അലക്സ് കഴിഞ്ഞാൽ ജോനാണ് കിട്ടണത്. ഇവിടെ അലക്സ് കഴിഞ്ഞാൽ ജോ ആണ്, ജോ കഴിഞ്ഞാൽ ജാക്കിനാണ് കിട്ടുന്നത്, ജാക്ക് കഴിഞ്ഞാൽ ജില്ലിന് വെച്ചാൽ ഒരു സ്റ്റെപ്പാണ് ഇങ്ങനെ ചാടി 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 പോകുന്നത്. എനിക്ക് എന്നാ പറയുക, ഞാൻ 2 സ്റ്റെപ്പ് ആക്കിയിട്ട് കൊടുത്തു നോക്കാണ്, ജസ്റ്റ് ഒന്ന് നോക്കാം എന്താ നടക്കുന്നത്. അലക്സ് കഴിഞ്ഞാൽ പിന്നെ ജോ അല്ല കിട്ടിയ ജാക്കാണ്, ജാക്ക് കഴിഞ്ഞാൽ പിന്നെ ജില്ലല്ല ആൽബർട്ടാണ്. പക്ഷെ ആൽബർട്ട് നമ്മളെ ലിമിറ്റ് എത്ര? 4 ആണ്. 4ന്റെ അപ്പുറത്താണ് ആൽബർട്ട് ഉള്ളത്. അപ്പോൾ ആൽബർട്ട് വരില്ല. നമുക്കിങ്ങനെ എന്ത് ചെയ്യാം, സ്റ്റെപ്പ് സൈസ് കൂടെ കൊടുക്കും, ഒരു കോളം കൊടുക്കും. അധികം കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. ആദ്യം പറഞ്ഞെന്താ, ഇൻഡെക്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. നമുക്ക് ലിസ്റ്റിൽ ഒരാളെ കണ്ടുപിടിക്കാൻ, അതായത് ഇൻഡെക്സ് കൊടുത്തിട്ട് ആളെ മാത്രം ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. പിന്നെ സ്റ്റാർട്ടിങ് ടു എൻഡിങ് കൊടുക്കാൻ പറ്റും. എൻഡിങ് ഇൻക്ലൂഡ് അല്ല, എൻഡിങ് -1 വരെ പോകുള്ളൂ. 0, 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 0, 1 ഉണ്ടാവും, 2 ഉണ്ടാവില്ല. പിന്നെ ഒരു കോളം കൊടുത്തിട്ട് നമുക്ക് സ്റ്റെപ്പ് സൈസ് കൊടുക്കാം. സ്റ്റെപ്പ് സൈസിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പാണ്. അതായത് 1ാമത്തെ ആൾ എടുത്തിട്ട് അടുത്ത ആൾ എടുക്കുമ്പോൾ എത്ര ചാട്ടം ചാടുന്നുണ്ടെന്നാണ്. ഡിഫോൾട്ട് ആയിട്ട് 1 ആയിരിക്കും. 2 കൊടുത്തു കഴിഞ്ഞാൽ അലക്സ് കഴിഞ്ഞാൽ ജോയിൽ എടുക്കുക ജാക്കാണ്, 2ാമത്തെ ചാട്ടാണ്. ജാക്ക് കഴിഞ്ഞാൽ ജില്ലയിൽ എടുക്കുക ആൽബർട്ടാണ്. ഇവിടെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കാണാം അലക്സ്, ജാക്ക്, ആൽബർട്ട്. അലക്സ് കഴിഞ്ഞാൽ 2 ചാട്ടം, ജോ കഴിഞ്ഞ് ജാക്ക്, ജാക്ക് കഴിഞ്ഞാൽ 2 ചാട്ടം, ജില്ല് കഴിഞ്ഞ് ആൽബർട്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലിസ്റ്റിനെ ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റും. ഇപ്പം മുറിച്ചെടുക്കുന്നത് മാത്രമല്ല, ലിസ്റ്റിൽ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. നമുക്ക് അവസാനത്ത് നിന്ന് ഇങ്ങോട്ട് ഇൻഡെക്സ് കൊടുക്കാൻ പറ്റും. അതായത് എനിക്ക് ജിമ്മിനെ കിട്ടണം എന്ന് വിചാരിച്ചു. സാധാരണ നമുക്ക് ജിമ്മിനെ കിട്ടണമെങ്കിൽ നമ്മളെങ്ങനെ ഇൻഡെക്സ് കൊടുക്കുക? ഇത് 0th ഇൻഡെക്സ് ആണ്, ഇത് 1 ആണ്, ഇത് 2 ആണ്, ഇത് 3 ആണ്, ഇത് 4 ആണ്, ഇത് 5 ആണ്. അപ്പോൾ നെയിംസ് ഓഫ് 5 കൊടുത്താലാണ് സാധാരണ എന്ത് കിട്ടുക, ജിം കിട്ടുക. നമുക്കാണെങ്കിൽ എന്താ വെച്ചാൽ നെയിംസ് ഓഫ് -1 കൊടുത്താലും ജിമ്മിനെ തന്നെ കിട്ടും. ഇത് നമ്മൾ നെഗറ്റീവ് ഇൻഡെക്സിംഗ് എന്ന് വിളിക്കുക. വെച്ചാൽ ലിസ്റ്റിന്റെ പുറകിൽ നിന്ന് ഇങ്ങോട്ട് എണ്ണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ജില്ലിനെ കിട്ടണമെങ്കിലോ ഇത് -1 ആണ്, ഇത് -2, ഇത് -3. അപ്പം -3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ജില്ലിനെ കിട്ടും. അപ്പം ലിസ്റ്റിന്റെ പുറകിൽ നിന്ന് ഇങ്ങോട്ട് ഇൻഡെക്സ് എടുക്കാം. അപ്പോൾ പുറകിൽ നിന്ന് -0 ഇല്ലാത്തതുകൊണ്ടാണ് ഇത് -1 എന്ന് തുടങ്ങിയത്. -1, -2, -3 അങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ലിസ്റ്റിൽ നമുക്ക് ഇൻഡെക്സ് കൊടുത്തിട്ട് ആളെടുക്കാം. ആളെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത്ര മുതൽ ഇത്ര വരെ എന്ന് പറയാം. പിന്നെ അത് കൂടാണ്ട് ഒരു കോളൻ കൂടെ ഇട്ടാൽ ചാട്ടം കൂടെ പറയാം. പിന്നെ നെഗറ്റീവ് ഇൻഡെക്സ് കൂടെ ഉണ്ട്. പിന്നെ ഉള്ള കാര്യം എന്താ വെച്ചാൽ നമുക്ക് ലിസ്റ്റിന്റെ ഉള്ളിൽ പിന്നെ ലിസ്റ്റിനെ കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ എന്താണ് ഇവിടെ
ഇത് മാറ്റിയിട്ട് ഇവരെ ഒരു ലിസ്റ്റ് കൊടുക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണും ലിസ്റ്റിൽ ഒന്നാമത്തെ ആൾ അലക്സ്, രണ്ടാമത്തെ ആൾ ജോ, മൂന്നാമത്തെ ആള് വീണ്ടും ഒരു ലിസ്റ്റാണ്, നാലാമത്തെ ആൾ ആൽബർട്ട്, അഞ്ചാമത്തെ ആൾ ജിമ്മി. ഇപ്പം ഞാൻ നെയിംസ് ഓഫ് 0 പറഞ്ഞു കഴിഞ്ഞാൽ ആരാ വരിക? നെയിംസ് ഓഫ് 0 പറഞ്ഞു കഴിഞ്ഞാൽ അലക്സ് വരും, നമുക്ക് ഉറപ്പാണ് അല്ലേ. ഞാൻ ഇവിടെ വന്നിട്ട് നെയിംസ് ഓഫ് 0 അലക്സ് ആണ്. നെയിംസ് ഓഫ് 1 ജോ ആണ്, നമുക്കറിയാം, ഡൗട്ടൊന്നും ഇല്ല, ജോ ആണ്. ഈ നെയിംസ് ഓഫ് 2 ഞാൻ കൊടുത്തു നോക്കണേ, വെറുതെ ഒന്ന് കൊടുത്തു നോക്കാം എന്താ നടക്കണമെന്ന്. 2 കൊടുത്തപ്പോൾ ജാക്കും ജില്ലും ഒരുമിച്ച് വന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത പൊസിഷനിലുള്ള ആളെ നമ്മൾ എന്താ ചെയ്തത്, വീണ്ടും ഒരു ലിസ്റ്റ് ആയിട്ടാണ് കൊടുത്തത്. അത് ലിസ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തു, ലിസ്റ്റിനെ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ആൾ നെയിംസ് ഓഫ് 2 ഇവരാണ്, ഇവർ രണ്ടുപേരുമായിട്ടാണ് വരുന്നത്, അതൊരു ലിസ്റ്റാണ്. അപ്പോൾ അതിൽ നമുക്കാണെങ്കിൽ എന്ത് ചെയ്യാം, വീണ്ടും ജാക്കിനെ ആക്സ് ചെയ്യുക. ജാക്ക് അതിൽ എത്രാമത്തെ ആളാ, ഒന്നാമത്തെ ആളാണ്. അപ്പോൾ ഇതിന്മേൽ പിന്നെയും ബ്രാക്കറ്റ് ഇട്ടിട്ട് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒന്നാമത്തെ ആളായ ജാക്കിനെ കിട്ടും. അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ലിസ്റ്റിന്റെ ഉള്ളിൽ പിന്നെ ലിസ്റ്റിനെ കൊടുക്കും. ഇതിന് നമ്മൾ നെസ്റ്റഡ് ലിസ്റ്റ് എന്നൊക്കെയാണ് വിളിക്കുക. നമ്മൾ മെട്രിക്സ് ഒക്കെ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഒരു മെട്രിക്സ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എങ്ങനെ വെച്ചാൽ ഒരു ലിസ്റ്റ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട് കേട്ടോ, ബ്രാക്കറ്റ് പുറത്ത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പം 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് പുറത്ത് ഒരു ലിസ്റ്റാണ്, ആ ലിസ്റ്റിനുള്ളിൽ വീണ്ടും 3 ലിസ്റ്റുകളാണ്. അതായത് ഞാൻ നെയിംസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ലിസ്റ്റ് ആണ് വരിക, ലിസ്റ്റുകളുടെ ലിസ്റ്റാണ് വരിക. ആ ലിസ്റ്റിനുള്ളിൽ 3 ലിസ്റ്റ് പിന്നെ ഉണ്ട്. അപ്പം നെയിംസ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ വരിക, ഇയാൾ ഇങ്ങോട്ട് വരും, 1, 2, 3 ഇങ്ങോട്ട് വരും. അതിൻ്റെ അകത്ത് നിന്ന് എനിക്ക് 2 കിട്ടണമെങ്കിലോ, അതിൽ ഇയാൾ 0th ആണ്, ഇയാൾ 1th ആണ്. അപ്പോൾ 1th പൊസിഷൻ ആണ് 2. അപ്പം നെയിംസ് ഓഫ് 0 പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ മൊത്തം വരും. അയാളിൽ നിന്ന് ഇയാളെ കിട്ടണമെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഓഫ് 1 കൊടുക്കണം. ഇത് നമ്മൾ മൾട്ടി ഡയമെൻഷണൽ ലിസ്റ്റ് എന്നൊക്കെ വിളിക്കും. നമ്മൾ ന്യൂമറിക്കൽ പ്രോസസ്സിങ്ങിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ഇത് ആലോചിച്ചധികം തല മുണ്ടാക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ, ഒരു പെട്ടീൻ്റെ ആയത് നമുക്ക് കോമ സെപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് സാധനം കൊടുക്കാം, അതായത് നമ്മളെ നമ്പേഴ്സ് കൊടുക്കാം, സ്ട്രിങ് കൊടുക്കാം, ബൂളിയൻ കൊടുക്കാം. അത് കൂടാണ്ട് നമ്മളിപ്പോൾ പഠിച്ചു എന്തോ ലിസ്റ്റ് തന്നെ അതിനകത്ത് പിന്നെയും കൊടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് നെസ്റ്റ് ചെയ്തിട്ട് എത്ര വേണമെങ്കിലും കൊടുക്കാം. പിന്നെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡെക്സ് ഉണ്ട്. ഇൻഡെക്സ് തുടങ്ങുന്നത് 0 എന്നാണ്. അവസാനത്തിൽ n എലമെന്റ്സ് ആണ്, n-1 വരെയാണ് ഉണ്ടാവുക. അവസാനത്തിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ -1 തൊട്ടിട്ട് ഇങ്ങനെ അവസാനത്തിൽ നിന്ന് ഇങ്ങോട്ടും കിട്ടും. പിന്നെ നമുക്ക് ലിസ്റ്റിനെ മുറിച്ചെടുക്കാൻ പറ്റും, ഇത്ര മുതൽ ഇത്ര വരെ എന്ന് പറഞ്ഞിട്ട്. ഇപ്പം A കോളം B ആണെങ്കിൽ നമ്മൾ A മുതൽ B വരെ എന്ന് പറയുമ്പോൾ B ഉണ്ടാവില്ല, ബീൻ്റെ തൊട്ട് പുറകെയുള്ള ആൾക്കാർ വരെ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു കോളം ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണമെങ്കിൽ സ്റ്റെപ്പ് സൈസ് മാറ്റാം, എത്ര ചാടുന്നു എന്നുള്ളത് മാറ്റാം. ഇത് നിങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗുട്ടൻസ് പിടി കിട്ടും. അപ്പോൾ ലിസ്റ്റ് പറഞ്ഞ സ്ഥിതിക്ക് ലിസ്റ്റിൻ്റെ ഒരു ഇരട്ട സഹോദരനെ കൂടെ പറയാം. ഞാനിവിടെ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയേ, 1, 2, 3, 4, 5. ഓക്കെ, ഞാൻ പ്രിന്റ് നമ്പേഴ്സ് കൊടുത്ത് നമുക്കറിയാം നമ്പേഴ്സ് എന്നുള്ളൊരു ലിസ്റ്റാണ്. എല്ലാവരും വന്നിട്ടുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യണേ, നമ്പേഴ്സിൽ ഒരു നമ്പറിനെ മാറ്റാണ്. ഓക്കെ, എനിക്ക് 2നെ മാറ്റിയിട്ട് ഒരു 15 ആക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ 2ൻ്റെ ഇൻഡെക്സ് എത്രയാണ്, 2ൻ്റെ ഇൻഡെക്സ് നമുക്കറിയാം 1 ആണ്. അപ്പോൾ അതിനെ മാറ്റിയിട്ട് ഞാൻ എന്താണ് 15 ആക്കാണ്. അതായത് നമ്പേഴ്സിൽ 1th ഇൻഡെക്സിലുള്ള ആളെ 15 ആക്കി മാറ്റാണ്. ഓക്കെ, അപ്പോൾ ഞാൻ റൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം 1, 15, 3, 4, 5 എന്നാണ്. അതായത് 2നെ മാറ്റിയിട്ട് നമ്മൾ എന്ത് കൊടുത്തു, 15 ആക്കി കൊടുത്തു. ഇങ്ങനെ മാറ്റി കൊടുക്കുന്നത് നമ്മൾ മ്യൂട്ടബിലിറ്റി എന്നാണ് വിളിക്കുക കേട്ടോ. പ്രോഗ്രാമിങ്ങിൽ എന്തെങ്കിലും ഒരു സാധനത്തിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ മ്യൂട്ടബിലിറ്റി എന്ന് വിളിക്കുക. അതായത് നമ്മൾ ഇതിലൊരു മ്യൂട്ടേഷൻ വരുത്താണ്, ഇതിലൊരു ചേഞ്ച് വരുത്താണ്. ഓക്കെ, അത് പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ ലിസ്റ്റിന് ഒരു സഹോദരനുണ്ട്, സഹോദരൻ്റെ പേരാണ് ട്രിപ്പിൾ. ഓക്കെ, അപ്പോൾ സഹോദരന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആകെ വ്യത്യാസം എന്താ വെച്ചാൽ സ്ക്വയർ ബ്രാക്കറ്റ് നമ്മൾ സാധാരണ ഇട്ട് പോന്നിട്ടുണ്ടായിരുന്നത്, അതിന് പകരം സാധാ ബ്രാക്കറ്റ് കൊടുക്കാം. ഓക്കെ, സാധാ ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ സാധാ ബ്രാക്കറ്റിൽ വരുന്നുണ്ട്. നമുക്ക് ഇൻഡെക്സ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്പേഴ്സ് ഓഫ് 0 വർക്ക് ചെയ്യുന്നുണ്ട്, 1 കിട്ടുന്നുണ്ട്. ഇനി -1 ആണെങ്കിൽ അതും വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇത്ര മുതൽ ഇത്ര വരെ എന്നാണെങ്കിൽ അതും വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ സാധനങ്ങളും നമ്മൾ ലിസ്റ്റിനെ കണ്ട പോലെ തന്നെയാണ് ഇതും വർക്ക് ചെയ്യുന്നത്, ട്രിപ്പിളും വർക്ക് ചെയ്യുന്നത്. ആകെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ചേഞ്ച് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പോലെ നമ്പേഴ്സ് ഓഫ് 1ൽ നമ്മൾ 15 ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ചെറിയ ചേഞ്ച് വരുന്നത്. ഇവിടെ നോക്കുമ്പോൾ എറർ അടിക്കും. അതിന് റീസൺ എന്താ വെച്ചാൽ ട്രിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ലിസ്റ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, ട്രിപ്പിൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റണ്ടാത്ത സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ട്രിപ്പിൾ ഉപയോഗിക്കുക. ബാക്കി എല്ലാ സാധനങ്ങളും ലിസ്റ്റ് പോലെ തന്നെ നമുക്ക് ചെയ്യാം, പക്ഷെ ചേഞ്ച് ചെയ്യാൻ മാത്രം പറ്റില്ല. ട്രിപ്പിൾ ഉണ്ടാക്കുമ്പോൾ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾ വേണമെങ്കിൽ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ടില്ലെങ്കിലും ഡീഫോൾട്ട് ആയിട്ട് ട്രിപ്പിൾ ആയിട്ടാണ് മാറാം. അതൊരു ബ്രാക്കറ്റ് നിങ്ങൾ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഡീഫോൾട്ട് ആയിട്ട് ട്രിപ്പിൾ ആയിട്ടാണ് മാറാം. അപ്പോൾ ഞാനിവിടെ വേണമെങ്കിൽ പ്രിന്റ് ചെയ്ത് കാണിച്ചു തരാം എന്താ നടക്കണം എന്നുള്ളത്. ഓക്കെ, സേവ് ചെയ്തു. 1, 2, 3, 4, 5 ട്രിപ്പിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലിസ്റ്റിൻ്റെ ഒരു ഇരട്ട സഹോദരന് കിട്ടി. അതിൻ്റെ പ്രത്യേകത എന്താ, ലിസ്റ്റിനെ പോലെ തന്നെയാണ്, നമുക്ക് ഇൻഡെക്സിങ്ങും നെഗറ്റീവ് ഇൻഡെക്സിങ്ങും ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ലിസ്റ്റ് തന്നെ വേണം.
പിന്നെ ട്രിപ്പിൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ബ്രാക്കറ്റ് ഇടുന്നതിന് പകരം ഒന്നും ഇട്ടില്ലേലും എന്താണ് ട്രിപ്പിൾ തന്നെ ആയിട്ടാണ് വരിക. ഇനി വേറൊരു സാധനമാണ്, ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഒരാളും കൂടെ പറഞ്ഞില്ലെങ്കിലും മോശമാണ്, അതുകൊണ്ട് പറയുകയാണ്. നമ്മൾ മാത്തമാറ്റിക്സ് പഠിച്ച സെറ്റും വേണമെങ്കിൽ കൊടുക്കുക, കേളി ബ്രേസിനകത്താക്കിയിട്ട് കൊടുക്കുക. ഇതൊരു സെറ്റാണ്. അപ്പോൾ സെറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ സെറ്റ് നമുക്ക് ഇൻഡെക്സ് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇതിന് മുന്നേ പഠിച്ചത് ലിസ്റ്റും ട്രിപ്പിളും ആണ്. ലിസ്റ്റിൽ നമുക്ക് ഇൻഡെക്സ് ഉണ്ട്, ലിസ്റ്റിന്റെ ഉള്ളിൽ ലിസ്റ്റ് കൊടുക്കാം, ലിസ്റ്റിൽ പല കാര്യങ്ങൾ കൊടുക്കാം, ലിസ്റ്റിൽ നമ്പേഴ്സ് കൊടുക്കാം, സ്ട്രിങ് കൊടുക്കാം, ലിസ്റ്റ് തന്നെ കൊടുക്കാം, അങ്ങനെയാണെങ്കിലും കൊടുക്കാം. ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് ആദ്യത്തെ അവസാനത്തെ നടുവിലത്തെ ഒക്കെ എടുക്കാം, മുറിച്ചെടുക്കാം, എല്ലാ സാധനങ്ങളും നമ്മൾ പറഞ്ഞു. ആ സാധനങ്ങളൊക്കെ ട്രിപ്പിളിലും അപ്ലിക്കബിൾ ആണ്. ആകെ വ്യത്യാസം എന്താ, ട്രിപ്പിളിൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല, അതായത് ഒരു എലിമെന്റിനെ മാറ്റിയിട്ട് വേറൊരു എലിമെന്റിനെ വെക്കാൻ പറ്റില്ല. സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കുറച്ചും കൂടെ ഒന്ന് മാറിയിട്ട് സെറ്റിൽ നിന്ന് നമുക്ക് എലമെന്റ്സിന് ഉണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷെ നമുക്ക് എലമെന്റ്സിനെ നേരെ ആക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്പേഴ്സ് ഓഫ് 0 എന്ന് പറഞ്ഞിട്ട് ആക്സ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എറർ അടിക്കും. റീസൺ എന്താണെന്ന് വെച്ചാൽ സെറ്റ് എന്ന് വെച്ചാൽ ഇതൊരു ഓർഡേർഡ് ആയിട്ടുള്ള കളക്ഷൻ ഒന്നല്ല. നമ്മൾ മാത്തമാറ്റിക്സിൽ തന്നെ സെറ്റ് നമ്മൾ പറയുന്നത് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്നാണ് മാത്സിൽ പറയുന്നത്. അതേമാതിരി തന്നെ പൈത്തണിലും നമുക്ക് ഈ സെറ്റിനെ കൊണ്ട് ആകെയുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ സെറ്റിൽ ഉണ്ടോ ഇല്ലേ എന്ന് മാത്രം നോക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പെർട്ടിക്കുലർ ഇൻഡെക്സിലുള്ള ആളെ ആക്സ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതിന് നമ്മൾ വേറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഹാഷ് സെറ്റ് എന്നൊക്കെ വിളിക്കും, ജാവയിലൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം ആകെ ഉണ്ടോ ഇല്ലേ എന്ന് മാത്രം നോക്കാം. ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ സെറ്റിനകത്ത് 5 ഉണ്ടോ ഇല്ലേ എന്ന് നോക്കണം. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ 5 എന്നുള്ളൊരു ഓപ്പറേറ്റർ ഉണ്ട്, എത്ര നമ്പേഴ്സ് പറയും, 5 നമ്പേഴ്സിൽ ഉണ്ടോ ഇല്ലേ എന്നാണ് ഇതിൻ്റെ മീനിങ്. ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇത് ഉള്ളതുകൊണ്ട് ട്രൂ ആണ്. അപ്പോൾ ഞാൻ 15 കൊടുത്തെങ്കിൽ 15 നമുക്കറിയാം ഇതിനകത്തില്ല, അതുകൊണ്ട് ഫോൾസ് ആണ്. അപ്പം ഒരു സാധനം ഉണ്ടോ ഇല്ലേ എന്ന് മാത്രമേ നമുക്ക് സെറ്റിന് വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സെറ്റിന് ഇന്റർസെക്ഷനും അങ്ങനത്തെ കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്, അല്ലാണ്ട് നമുക്ക് സെറ്റിൽ നിന്ന് ഒരു എലിമെന്റിന് ഇങ്ങനെ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വളരെ ഫാസ്റ്റ് ആണ്. നമ്മൾ അറേനെ പോലെയും ട്രിപ്പിളിനെ പോലെ ഒന്നല്ല, ഭയങ്കര മെമ്മറി എഫിഷ്യൻ്റ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ യൂസ് കേസിലാണ് നമ്മൾ ഈ സെറ്റിന് ഉപയോഗിക്കാം. ഈ എന്നുള്ള ഓപ്പറേറ്റർ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ലിസ്റ്റിനൂടെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ലിസ്റ്റിനൂടെ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോൾസ് കിട്ടുന്നു, കാര്യം 15 ഇതിനകത്തില്ല. 5 കൊടുത്തു കഴിഞ്ഞാലോ ട്രൂ കിട്ടുന്നുണ്ട്. ഓക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെന്തിനാ ഇവിടെ സെറ്റ് പിന്നെന്താ ഒരു പ്രത്യേകത, ഞാൻ പറഞ്ഞു സെറ്റ് കുറച്ചും കൂടെ ഫാസ്റ്റർ ആണ്, ഇതിനേക്കാളൊക്കെ ഫാസ്റ്റർ ആണ്. മില്യൺസ് ഓഫ് എലിമെന്റ്സ് എന്നൊക്കെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ലിസ്റ്റും ട്രിപ്പിളൊക്കെ ആകുമ്പോൾ അതിന് ടൈം എടുക്കും.